ഹലോ, ഇനിയിപ്പോ എത്ര ബൂത്തുണ്ട്? അല്ലെങ്കിൽ ഒരു ഭദ്ര സംവിധാനം ചെയ്യൂ. ആളുകൾക്ക് വോട്ട് ചെയ്യണ്ടേ, കടന്ന് ഉറങ്ങണ്ടേ? ഇത് ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയി റിയാക്ട് ഞാൻ പറയാം. ഈ ഡി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ബൈറ്റ് വരും TV17 ഈ വോട്ടിംഗ് വൈകലായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ സമയം 10:30 മണിയായി. ഇപ്പോഴും വടകര ലോക്സഭാ മണ്ഡലത്തിൽ 100-ലേറെ ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗാണ്. ഇതിൽ ഏറ്റവും വിഷമകര സംഭവം ഈ എല്ലാ ബൂത്തുകളും UDF മേധാവിത്വമുള്ള ബൂത്തുകളാണ്. LDF മേധാവിത്വമുള്ള ബൂത്തുകൾ ഒരിക്കലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ തോന്നുന്നത് ഉദ്യോഗസ്ഥലത്തിൽ അട്ടിമറിക്കൽ ശ്രമം നടന്നതാണ് സംശയിക്കുന്നത്. കാരണം നിരവധിയായ സമയങ്ങളിൽ ഞങ്ങൾ ROനെയും ജില്ലാ കളക്ടറെയും വിളിച്ചപ്പോൾ അത് സംവിധാനം ചെയ്തിട്ട് ആളുകൾ കൊടുക്കണം. ചീഫ് ഇലക്ഷൻ നിലയ്ക്ക് ഞാനൊരു 15 തവണ വിളിച്ചിട്ടുണ്ടാവും. ഇതാ പട്ടിന് പരിഹാരം പറഞ്ഞു. ഇപ്പോഴും പരിഹാരം കാണുന്നില്ല. ഇപ്പം ഞാൻ സംസാരിച്ച RO. 100-ലേറെ ബൂത്തുകൾ ഇപ്പോഴും നീണ്ട ക്യൂ ആണ്. ഇത് ക്യൂ വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പരിഹാരം ശ്രമിച്ചിട്ടില്ല. റിസർവിൽ ഉദ്യോഗസ്ഥരുണ്ടാവും, റിസർവിൽ ആളുകൾ സംവിധാനം ഉണ്ടാവാം. അതൊന്നും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് ഉദ്യോഗസ്ഥലങ്ങളിൽ അട്ടിമറിക്കായിട്ടുള്ള ശ്രമം നടന്നതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. 100% ഉദ്യോഗസ്ഥർ തട്ടിട്ടുണ്ട്. കാരണം ഇത് എല്ലാ പ്രശ്നം വരികയാണെങ്കിലും എല്ലാ ബൂത്തിലും വരണ്ടേ? നിങ്ങൾ നോക്കിക്കോളൂ, LDF മേധാവിത്വമുള്ള ഒരു ബൂത്തിനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ഉദ്യോഗസ്ഥലത്തിലുള്ള അട്ടിമറിക്കുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിലെ കുറിച്ച് പറയുന്നത്. ഇത് ഞങ്ങൾ വളരെ ഗൗരവത്തിൽ കണ്ടാണ് ഇപ്പോഴും. പക്ഷേ ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടും UDF എല്ലാ സഹോദരികളും സഹോദരന്മാരും വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് ക്യൂ നിൽക്കുന്നു. ഇവിടെ ഇപ്പം വോട്ട് ചെയ്ത് കഴിയുകയും ചെയ്തു. അല്ല, വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നറിയില്ലെങ്കിലും ഇത് UDF അനുകൂലമായി വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ മുറയിലെ ബാധിച്ചിട്ടുണ്ട്. കാരണം അവർ വല്ലാതെ ബുദ്ധിമുട്ടി. ഇവിടെ തന്നെ കണ്ടില്ല, ഞങ്ങൾ 3 മണി മുതൽ ക്യൂ നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ. എന്നിട്ട് നടന്നിട്ടില്ല. ഇവിടെ ഞാൻ നേരത്തെ വന്നപ്പോൾ 3 മണിക്ക് ക്യൂ നിൽക്കുന്നതാണ് ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇപ്പോഴും കൃത്യമായി പറഞ്ഞാൽ 111 ബൂത്തുകളാണ്. 1201 ബൂത്തുകളാണ് ഓക്സിജന്റെ ബൂത്തുകൾ ഉള്ളത്. 1186 ബൂത്തുകളും അഡീഷണൽ വരുമ്പോൾ 1200 ബൂത്തുകളും. ഈ 1200 ബൂത്തുകളിൽ 111 ഇപ്പോൾ ക്യൂ ആണ്. കേരളത്തിൽ നല്ല ഇന്ത്യയിലൊരിടത്തും ഉണ്ടായിട്ടില്ല. അവിടെ ഗൗരവമായ വിഷയമാണിത്. ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു ഇത് വടകര തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ഉദ്യോഗസ്ഥലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിലേ. അത് ഞാൻ അറിയിക്കണം. ഞങ്ങൾ ഒന്ന് ഗൗരവമായി കൂടാൻ പോകണം. ഞാൻ ഇപ്പം ഞങ്ങളുടെ ശ്രമം എല്ലാ ബൂത്തുകളും സന്ദർശിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെയും ഞങ്ങളുടെ വോട്ടർമാരെയും അവിടെ നിർത്തിക്കുക എന്നതാണ്. അതിന്റെ ശ്രമത്തിലാണ് ഞാൻ അങ്ങനെയാണ് കൂടി എത്തിയിരിക്കുന്നത്. ഓക്കെ.